അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സംഭവമായിട്ടാണ്. എന്താണെന്ന് അറിയാം, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇത് ഞാൻ വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഓവൻ യൂസ് ചെയ്തിട്ടില്ല, ബീറ്റർ യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ മുട്ടയൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഇതൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാനിവിടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബേക്കറിയിൽ നിന്നും വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും പറ്റുമെന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കേക്ക് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഇതുപോലത്തെ ഒരു ട്രേയിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രേ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ആദ്യം ചെയ്യാനായിട്ടുള്ളത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ ട്രേയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഞാനിപ്പം ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഞാനിവിടെ കറക്റ്റ് ഈ ഒരു ട്രേയുടെ സൈസിൽ ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത്, അതായത് റൗണ്ട് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ട്രേയുടെ ഉൾഭാഗത്ത് കറക്റ്റ് അളവിന് ഇരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പർ നമുക്ക് ഈ ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇത് ഈ ബട്ടർ പേപ്പറും ആ എണ്ണയായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് കുറച്ച് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി നല്ലതുപോലെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഏകദേശം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തട്ടി തട്ടി ഈ ട്രേയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഈ മൈദ കവർ ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാൻ ട്രേയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ മൈദ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അധികം വന്ന മൈദയാണ് ഇതിൽ നിന്നങ്ങ് മാറ്റാം. എന്നിട്ട് ഈ ട്രേ അങ്ങ് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിനി നമ്മളുടെ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മാവുണ്ടല്ലോ, ആ മാവും കൊക്കോ പൗഡറും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ആദ്യം അരിച്ചെടുക്കണം. അപ്പോൾ ആ പരിപാടി ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ കറക്റ്റ് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ മൈദ നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതൊരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അതും നമുക്ക് ഈ മൈദയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കറക്റ്റ് ഒരു ടീസ്പൂൺ സോഡാപ്പൊടിയാണ്, അതും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളു ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുമാതിരി ഒരു അരിപ്പെടുത്ത് വെക്കുക. എന്നിട്ട് ഈ ബൗളിലോട്ട് ഈ അരിപ്പിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിങ്ങനെ കറക്റ്റ് 2-3 തവണ ചെയ്യണം കേട്ടോ. നമ്മൾ എത്രത്തോളം നല്ലതുപോലെ അരിച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ കേക്ക് നല്ലതുപോലെ പൊങ്ങും. അപ്പോൾ ഞാൻ മാവ് ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബൗളിൽ, അതായത് കേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്രിസ്റ്റലിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ഒരു കപ്പ് തൈരാണ്. അതായത് 1/4 കപ്പ് കട്ടിയായിട്ടുള്ള തൈരിനകത്ത് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഒരു കട്ട പോലും പാടില്ല കേട്ടോ. നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്യുമ്പം ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ബാറ്ററിനകത്തൊരു കട്ട പോലും പാടില്ല. അപ്പം നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഈ തൈര് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ഇത് കറക്റ്റ് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ തൈരിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല, കൈകൊണ്ട് തന്നെയാണ് എല്ലാം മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കറക്റ്റ് ഒരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വീഡിയോ റെക്കോർഡായില്ല, ഞാൻ മറന്നുപോയത്. അപ്പോൾ അത് ക്ഷമിക്കണം കേട്ടോ, റെക്കോർഡായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കറക്റ്റ് ഒരു 1/2 കപ്പ് ഓയിൽ. അപ്പോൾ കപ്പിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം.
125 ml കപ്പാണ് എൻ്റെ അരക്കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് അരക്കപ്പ് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് സ്പൂണൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തടിയുടെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മാവുണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ, കാരണം ഒരു കട്ട പോലും പാടില്ല. ആ ഒരു രീതിയിൽ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം എടുക്കും. ഇതിൻ്റെ ഈ ബീറ്ററൊന്നും നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് കുറച്ച് നേരം എടുക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരാനായിട്ട്. ഇപ്പോൾ ബീറ്ററൊക്കെ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ, ഈ ഒരു മെത്തേഡിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. കൈക്കൊക്കെ നല്ലൊരു എക്സസൈസ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഇത് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നല്ല വേദന വരുന്നത്. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ നന്നായിട്ട് വേദനിച്ചു. സാധാരണ ബീറ്റർ കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല. ഇന്ന് പക്ഷേ നല്ലതുപോലെ പാടുപെട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു കട്ട പോലും ഇല്ല, കണ്ടില്ലേ? നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കറക്റ്റ് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വാനില എസൻസ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അതായത് നമ്മുടെ പാൻ ഉണ്ടല്ലോ, നമ്മൾ പാനിനകത്താണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പാൻ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു സൈഡിൽ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പാനിനകത്താണ് ഞാൻ ഇന്നിവിടെ കേക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഒരു 5 മിനിറ്റ് നമുക്കിത് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, ആ ട്രേ നമുക്ക് ഈ പാനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഏത് സ്റ്റാൻഡാണോ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കവർ ചെയ്തിട്ട് കറക്റ്റ് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു. ഈ ടൈമിൽ നമുക്ക് ഈ ബാറ്റർ നമുക്ക് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ട്രേ എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ട്രേയിലോട്ട് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല റിബൺ കണക്കാണ് ഈ ബാറ്റർ വന്ന് വീഴുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത്. ഒത്തിരി വെള്ളവുമല്ല, എന്നാൽ ഒത്തിരി കട്ടിയുമല്ല. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ടവൽ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രെയിലോട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തില്ലേ, അപ്പോൾ ഇതിനകത്ത് എയർ ബബിൾസ് വരും. അപ്പോൾ ആ എയർ ബബിൾസ് എല്ലാം നമ്മളിങ്ങനെ അടിച്ച് ഒരു എയർ ബബിൾ പോലും കാണരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. കുറേ തവണ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു എയർ ബബിൾ പോലും ഇല്ല. അപ്പം നമുക്കിനി നമ്മളുടെ പാനിലോട്ട് ഈ ട്രേ വെച്ച് കൊടുക്കാം. കാരണം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കവർ അങ്ങ് മാറ്റി കൊടുക്കാം. തീ അങ്ങ് ലോയിലോട്ട് ആക്കി കൊടുക്കാം. ഇപ്പം പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ പുകയൊന്ന് ജസ്റ്റ് മാറി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് ട്രേ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പം ട്രേ വെക്കുമ്പോൾ സൂക്ഷിക്കുക, കൈയൊന്നും പൊള്ളരുത്. ഞാൻ ട്രേ വെച്ച് കൊടുക്കാനായിട്ട് പോവാണ്. ഞാൻ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഇവിടെ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രീഹീറ്റ് ചെയ്തത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ നമ്മൾ കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ തീ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ. അതിനിടയിലായിട്ട് നമുക്ക് ഈ ട്രേ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. അപ്പം ഞാൻ കറക്റ്റ് ടൈം, എനിക്കാവുന്ന ടൈം ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് തൊട്ട് ഒരു 1 അവർ വരെയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഈ ട്രേ ഈ പാനിൽ നിന്നങ്ങ് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 45 മിനിറ്റ്സ് തൊട്ട് ഒരു 1 അവർ എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി എനിക്ക് ആ സമയം കൊണ്ട് എനിക്ക് ബേക്കായിട്ട് കിട്ടിയില്ല. അപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്കായ ടൈമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കറക്റ്റ് 1.5 മണിക്കൂറാണ് എനിക്ക് ഈ കേക്ക് ഒന്ന് റെഡി ആവാനായിട്ട് എടുത്തത് കേട്ടോ.
നമുക്കിനി ഈ പാൻ ഒന്ന് തുറന്നു നോക്കാം. ഞാൻ ഓൾറെഡി നേരത്തെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. കാരണം നമ്മുടെ കേക്ക് റെഡിയായോ എന്നറിയാനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം, ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കത്തിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ഒരു നടുക്കൊന്ന് കുത്തി നോക്കണം. കുത്തി നോക്കിയിട്ട് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയെന്നാണ്, കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് നമ്മുടെ ട്രേ അങ്ങ് മാറ്റാം. ഇതിപ്പോൾ ഞാൻ റോയൽ ക്രീം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്കത് കാണിച്ചു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കുന്നത്. അപ്പം ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ബീറ്റർ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഇത് വിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇതാ ഇതേമാതിരി ഇരിക്കണം. നമ്മൾ വിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇതുമാതിരി ഇരിക്കും, കണ്ടോ? അപ്പം ഞാനിത് ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഞാനൊന്നും ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണിത് വിപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലിക്വിഡ് ടൈപ്പിലാണ് ഇത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബീറ്ററൊക്കെ കൊണ്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു പരുവത്തിലത് കിട്ടുന്നത് കേട്ടോ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും, ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയൊരു സംഭവം കണക്കായിരിക്കും അവർ കാണുന്നത്. ആക്ച്വലി ഒന്നുമില്ല, പറയുന്ന സ്റ്റെപ്പുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഇനി അടുത്തതായിട്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഷുഗർ സിറപ്പാണ് കേട്ടോ, പഞ്ചസാര ലായനി. അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് നല്ലതുപോലെ പഞ്ചസാര ഇട്ടിട്ട്, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ക്രീമും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഷുഗർ സിറപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിൽ നിന്നങ്ങ് മാറ്റാം. കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഈ കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യും. കറക്റ്റ് നടുക്ക് ഭാഗത്തുനിന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റും. അപ്പം ഞാൻ കേക്കിൻ്റെ ഒരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനി ഉണ്ടല്ലോ, അതിൽ മുക്കിയിട്ട് ഈ കേക്കിൻ്റെ ഇവിടേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാര ലായനി നല്ലതുപോലെ ഇതിനകത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം ഉണ്ടല്ലോ, നമ്മുടെ ക്രീം തേച്ച് കൊടുക്കാം. ക്രീം നല്ലതുപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രീം നല്ലതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മുടെ മറ്റേ ലെയർ എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം നേരത്തെ പോലെ. ഇനി ഇതിൻ്റെ പുറത്ത് മുഴുവൻ നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ കേക്ക് മുഴുവൻ ഇവിടെ ക്രീം തേച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് കട്ടിയായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ കേക്കിന് വേണ്ടിയിട്ട് ഇടാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ടുള്ള ചോക്ലേറ്റ് എടുത്ത് തരും. അപ്പോൾ ചോക്ലേറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ പുറത്ത് നമുക്ക് വിതറി കൊടുക്കാം. അടുത്തതായിട്ട് ഇതുപോലത്തെ ഐസിങ്ങിൻ്റെ ഒരു ബാഗ് എടുക്കുക. കാരണം ഇതിൻ്റെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ബാഗിനകത്തോട്ട് നമുക്ക് കുറച്ച് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഇട്ട് കൊടുക്കാം.
ഇവിടെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ചെറീസ് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് പാക്കറ്റിൽ കടയിൽ നിന്ന് ചെറി കിട്ടും. അപ്പോൾ ഈ ഓരോ പൂ കണക്കിരിക്കുന്ന ഈ ഷേപ്പിൻ്റെ പുറത്തോട്ട് ഓരോ ചെറി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ചെറീസ് മുഴുവൻ വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിന് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരു കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് വേറെ റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും ജിൻസി. താങ്ക് യു.